നമസ്കാരം. എയ്സിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 84/2021 ആദ്യം പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ക്ലാസ് ആയിരിക്കും. ആദ്യ ക്വസ്റ്റ്യൻ ആണ്, നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഓപ്ഷൻ എ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ഓപ്ഷൻ ബി ഉപലോഹങ്ങൾ, ഓപ്ഷൻ ഡി ബ്ലോക്ക് മൂലകങ്ങൾ, ഓപ്ഷൻ ഡി ആൽക്കലി ലോഹങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് ഉത്തരം. നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളെ ചോദിച്ചാലും ആവർത്തന പട്ടികയിൽ ഉൽപ്രേരകങ്ങളായി പ്രവർത്തിക്കുന്ന മൂലകങ്ങളെപ്പറ്റി ചോദിച്ചാലും നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളെപ്പറ്റി പറയാവുന്നതാണ്. ആൽക്കലി ലോഹങ്ങൾ പീരിയോഡിക് ടേബിളിലെ ആദ്യ ഗ്രൂപ്പ്, എസ് ബ്ലോക്കിലെ ആദ്യ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ആദ്യ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. ഒന്നാം ഗ്രൂപ്പിലെ എല്ലാവരും ആൽക്കലി സ്വഭാവം കാണിക്കുന്ന ലോഹങ്ങളായതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റലുകൾ. രണ്ടാം ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്കിനുള്ളിൽ 2 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളും രണ്ടാം ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലി സ്വഭാവം കാണിക്കുന്ന ലോഹങ്ങളുടെ ഓക്സൈഡ് രൂപത്തിൽ ഭൂമിയിലുള്ളത് കൊണ്ടാണ് അവരെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഒന്നാം ഗ്രൂപ്പിലും രണ്ടാം ഗ്രൂപ്പിലും, അതായത് ആൽക്കലി ലോഹങ്ങളിലും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിലും എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണെന്ന് കണക്ട് ചെയ്യുക. അതിനകത്ത് ഉപലോഹങ്ങളോ അലോഹങ്ങളോ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ ആണ്? ശ്രദ്ധിക്കുക, സംക്രമണ മൂലകത്തിൽ ഫസ്റ്റ് സീരീസിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നിറയുന്ന ഓർബിറ്റിലാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് സീരീസിൽ സംക്രമണ മൂലകത്തിൽ വരുന്ന ആളുകളാണ് അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയുള്ള സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ആളുകൾ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. അതിൽ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് 3D ഓർബിറ്റലിലാണ്. ഓക്കെ, ഡി ബ്ലോക്ക് തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് 3D ഓർബിറ്റലിലാണെന്ന് കണക്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാവും. ഓപ്ഷൻ എ ആർഗൺ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി നൈട്രജൻ. ഏതെങ്കിലും ഒരു ആസിഡ് ഏതെങ്കിലും ഒരു മെറ്റലുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പുറത്തു പോകുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും. ആസിഡുകൾ മെറ്റലുകളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും എന്ന് കണക്ട് ചെയ്യുക. ഇനി എല്ലാ ലോഹങ്ങളും ഹൈഡ്രജൻ വാതകത്തെ പുറത്തുവിടാറില്ല, അല്ലെങ്കിൽ ആസിഡുകളുമായി അങ്ങനെ പ്രവർത്തിക്കാറില്ല. അവരാണ് ഹൈഡ്രജനേക്കാൾ ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങളായ കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഒക്കെ. അവയൊന്നും ഒരു ഹൈഡ്രജൻ വാതകത്തെ പുറത്ത് വിടാത്ത ലോഹങ്ങളാണ്. പൊതുവെ അവർക്ക് ഹൈഡ്രജനേക്കാൾ ക്രിയാശീലത കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആസിഡ് ഒരു മെറ്റലുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പുറത്തുവിടുന്ന വാതകം എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ആസിഡുകൾ കാർബണേറ്റുകളുമായി CO3 പ്രവർത്തിക്കുകയാണെന്ന് വെച്ചോ. ആസിഡും കാർബണേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ആസിഡ് വിത്ത് കാർബണേറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ പുറത്തു പോകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിരിക്കും. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു പോകുന്നത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ജസ്റ്റ് എക്സാമ്പിൾ, സിങ്ക് എന്ന് പറയുന്ന ലോഹം ഒരു മെറ്റലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്യുന്നു. മെറ്റലും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാവും, ZnCl2. അതിൻ്റെ കൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, പുറത്തു പോകുന്ന വാതകം ഹൈഡ്രജനാണ്. ആ സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽഷ്യം
കാർബണേറ്റുമായി പ്രവർത്തിക്കുന്നു, CaCO3 റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവും, പ്ലസ് ജലമുണ്ടാകും, കൂടെ പുറത്തു പോകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പോൾ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ പുറത്തു പോകുന്നത് ഹൈഡ്രജൻ വാതകവും, ആസിഡുകൾ കാർബണേറ്റുകളുമായി CO3 ഗ്രൂപ്പുകളുമായി റിയാക്ട് ചെയ്യുമ്പോൾ പുറത്തു പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം ക്ലോറൈഡ്. ശ്രദ്ധിക്കുക, സോപ്പിന്റെ നിർമ്മാണത്തെ വിളിക്കുന്ന പേരാണ് സഫോണിഫിക്കേഷൻ. സോപ്പ് നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് സഫോണിഫിക്കേഷൻ. മാറിപ്പോകരുത്. സഫോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എണ്ണയോ കൊഴുപ്പോ, എണ്ണ ഓർ കൊഴുപ്പ്, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി അല്ലെങ്കിൽ ബേസുമായി പ്രവർത്തിച്ചാൽ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ച് രൂപം കൊള്ളുന്ന വസ്തുവാണ് ഇത് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിന്റെ കൂടെ ഗ്ലിസറിൻ എന്ന് പറയുന്ന ഒരു വസ്തു കൂടെ പുറത്തോട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് സോപ്പിനെ വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിയുപ്പ് എന്ന് ആലോചിച്ച് വെക്കുക. ഈ പ്രവർത്തനത്തിന്, അതായത് സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം സോഡിയം ക്ലോറൈഡ് ആണ്. ഈ പ്രവർത്തനത്തിനെ സാൾട്ടിങ് ഔട്ട് എന്നാണ് വിളിക്കുക, സാൾട്ടിങ് ഔട്ട്. അപ്പോൾ സോപ്പിന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേര് സഫോണിഫിക്കേഷൻ. സോപ്പ് എന്ന് പറയുന്നത് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ച് രൂപം കൊള്ളുന്ന വസ്തുവാണെന്ന് കണക്ട് ചെയ്യുക. സോപ്പ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്ലിസറിൻ എന്ന് പറയുന്ന, ഗ്ലിസറോൾ എന്ന് പറയുന്ന വസ്തു കൂടെ പുറത്തോട്ട് വരും. അതിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ് ആണ്. ആ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് സഫോണിഫിക്കേഷൻ എന്ന് കണക്ട് ചെയ്യുക. സാൾട്ടിങ് ഔട്ട് എന്ന് കണക്ട് ചെയ്യുക. സഫോണിഫിക്കേഷൻ സോപ്പ് നിർമ്മാണമാണ്. അതിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേര് സാൾട്ടിങ് ഔട്ട്. കുറച്ച് സാൾട്ട് ഇടണം, അതാണ് സാൾട്ടിങ് ഔട്ട്. സോഡിയം ക്ലോറൈഡ് ആണ് അതിൽ സാൾട്ട് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അവിടെ തന്നെ ജസ്റ്റ് ഒരു പോയിന്റ് കണക്ട് ചെയ്യണം. സോപ്പുമായി ബന്ധപ്പെട്ട് കഴിക്കുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു വാക്കാണ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. അവിടെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് നോക്കണേ. ഫസ്റ്റ് ഗ്രേഡ് സോപ്പുകൾ, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് സോപ്പുകളുണ്ട്. ഏറ്റവും നല്ലത് ഫസ്റ്റ് ഗ്രേഡ് സോപ്പാണ്. അത് കഴിഞ്ഞാണ് സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും ഒക്കെ ഉള്ളത്. ഫസ്റ്റ് ഗ്രേഡ് സോപ്പിൽ TFMന്റെ വാല്യൂ 76% അബവ് ആയിരിക്കും. 76% കൂടുതൽ എന്നാണ് TFM വാല്യൂ എങ്കിൽ അത് ഫസ്റ്റ് ഗ്രേഡാണ്, നല്ല സോപ്പാണ്. എന്നാൽ 70 മുതൽ 76 വരെ അല്ലെങ്കിൽ 75.99 വരെയൊക്കെ ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രേഡ് സോപ്പ്, അത്ര നല്ലതല്ല. ഓക്കെ, തേർഡ് ഗ്രേഡ് ആണെങ്കിൽ അത്ര തീരെ നല്ലതല്ല, വളരെ കേടുണ്ടാക്കുന്ന സോപ്പാണ് തേർഡ് ഗ്രേഡ്. കേടെന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അതിൻ്റെ TFM വാല്യൂ എന്ന് പറയുന്നത് 60 മുതൽ 70 വരെയാണ്. 60 മുതൽ 70 വരെയാണ്. അപ്പോൾ 76% ഫസ്റ്റ് ഗ്രേഡ് സോപ്പിൻ്റെ TFM വാല്യൂ എങ്കിൽ 70 മുതൽ 76 വരെയാണ് സെക്കൻഡ് ഗ്രേഡ് സോപ്പ്, 60 മുതൽ 70 വരെയാണ് തേർഡ് ഗ്രേഡ് സോപ്പിൻ്റെ TFM വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 84/2021 ആണ്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 1, 2, 3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 139/2021. ശ്രദ്ധിച്ചിരിക്കണേ. ഊതി വീർപ്പിച്ച ബലൂൺ അല്പനേരം വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം. അപ്പോൾ ഇത് ഒരു വാതക നിയമവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവിടെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. ഇത് ചാൾസ് നിയമത്തിൻ്റെ ആപ്ലിക്കേഷനിൽ പറയുന്ന കാര്യമാണ്. ഊതി വീർപ്പിച്ച ബലൂണുകൾ അല്പനേരം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കാനോ പൊട്ടാനോ കാരണം ചാൾസ് നിയമത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ചാൾസ് നിയമവുമായി ബന്ധമുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി. ഓപ്ഷനകത്തുനിന്ന് V പ്രൊപ്പോർഷണൽ N ആണ് A ഓപ്ഷൻ, V പ്രൊപ്പോർഷണൽ T ആണ് B ഓപ്ഷൻ, P പ്രൊപ്പോർഷണൽ 1/V ആണ് C ഓപ്ഷൻ, P പ്രൊപ്പോർഷണൽ T ആണ് D ഓപ്ഷൻ. ഇതിൽ ചാൾസ് പറയുന്നത് V പ്രൊപ്പോർഷണൽ T വോളിയം ടെമ്പറേച്ചറിന് നേർ അനുപാതമാണ് എന്നുള്ളതാണ്. ഉത്തരം B ആണ്. ചാൾസ് നിയമമാണ് ചോദ്യം. V പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് വോളിയം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതമാണെന്ന് പറയുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. നമ്മൾ ഉത്തരം
പി പ്രൊപ്പോർഷണൽ ടി ആണ്, ചാൾസ് നിയമമാണ്. ഓക്കെ, പി പ്രൊപ്പോർഷണൽ 1/v എന്ന് പറയുന്നത് ബോയിൽ നിയമമാണ്. പ്രഷറും വ്യാപ്തവും വാതകത്തിന്റെ വിപരീതാനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. പി പ്രൊപ്പോർഷണൽ ടി എന്ന് പറയുന്നത് ഗേ ലുസാക്സ് നിയമമാണ്. മർദ്ദവും ടെമ്പറേച്ചറും നേരനുപാതത്തിൽ എന്ന് പറയുന്ന നിയമമാണ് ഗേ ലുസാക്നോ. അപ്പോൾ ഇവിടെ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഊതിവീർപ്പിച്ച ബലൂണുകൾ അല്പനേരം വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകാൻ കാരണം നിയമം ചാൾസ് നിയമമാണ് വി പ്രൊപ്പോർഷണൽ ടി. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതേ ക്വസ്റ്റ്യൻസ് ആരുടെ ആപ്ലിക്കേഷനുമായി, അവഗാട്രോയുടെ അല്ലെങ്കിൽ ഗേ ലുസാക്കിൻ്റെ അല്ലെങ്കിൽ ബോയിലിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നിയമങ്ങൾ പഠിച്ചു വെക്കുക. നിയമങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ കൂടെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത്, സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമേത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്രോം, അൽ നിക്കോ, ബ്രാസ്. സ്ഥിരകാന്തം പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോഹസങ്കരമാണ് അൽ നിക്കോ. മാറിപ്പോകരുത്. സ്ഥിരകാന്ത നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഏത്? അൽ നിക്കോ എന്നറിയപ്പെടുന്നത്. മാറിപ്പോകരുത്. അൽ നിക്കോയിലുള്ളത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. മാറിപ്പോകരുത്. അലുമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്, അൽ നിക്കോ. ആ വാക്കിൽ തന്നെ ഒരാൾ കൂടെ കണക്ട് ചെയ്യുക, അയൺ കൂടെ കണക്ട് ചെയ്യുക. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. അൽ നിക്കോ, അൽ നിക്കോ, അൽ നിക്കോ, അൽ നിക്കോ. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അലൂമിനിയം, നിക്കൽ, അയൺ ആൻഡ് കൊബാൾട്ട്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് സ്ഥിരകാന്ത നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നിക്രോം. നിക്രോമിൽ കാണുന്ന ആളുകളാണ്, നോക്കണേ, നിക്രോമിൽ കാണപ്പെടുന്ന ആളുകൾ നിക്രോം, നിക്കൽ, അയൺ, ക്രോമിയം. നിക്കലും അയണും ക്രോമിയവുമാണ്. അയൺ ചെറിയ തോതിലേ ഉള്ളൂ. പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നിക്കലും ക്രോമിയവുമാണെന്ന് കണക്ട് ചെയ്യുക. ഹീറ്റിംഗ് കോയിൽ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇത്? നിക്രോം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോഹസങ്കരമാണ് നിക്രോം. സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കാണപ്പെടുന്ന ആളുകൾ നിക്കല്, ക്രോമിയം, അയൺ, ദെൻ അതിൻ്റെ കൂടെ കാർബൺ കൂടെ കൂട്ടുക, കാർബൺ. നിക്കൽ, ക്രോമിയം, അയൺ ആൻഡ് കാർബൺ. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കാണപ്പെടുന്ന ആളുകൾ. നിക്കല്, അയൺ, ക്രോമിയം, അയൺ ആൻഡ് കാർബൺ. നിക്കൽ, ക്രോമിയം, അയൺ ആൻഡ് കാർബൺ ചേർന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. എക്സാം ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇരുമ്പിൻ്റെ കൂടെ കാണപ്പെടുന്ന അലോഹമേത്? അലോഹം കാർബൺ ആണ്. ഓക്കെ, ഇരുമ്പിൻ്റെ കൂടെ കാണപ്പെടുന്ന ലോഹമേത്? ഓപ്ഷനകത്ത് നിക്കൽ ഉണ്ടെങ്കിൽ നിക്കൽ കൊടുക്കാം, ക്രോമിയം ഉണ്ടെങ്കിൽ ക്രോമിയം കൊടുക്കാം. രണ്ടും ലോഹങ്ങളാണ്. ഓക്കെ, ദെൻ ബ്രാസ്. പ്രധാനപ്പെട്ട കോപ്പറിൻ്റെ ഒരു അലോയിയാണ്. പ്രധാനപ്പെട്ട കണ്ടന്റ് കോപ്പർ. കോപ്പറിൻ്റെ കൂടെ സിങ്ക്. കോപ്പറും സിങ്കും ചേർന്ന ലോഹസങ്കരമാണ് ഇത്? ബ്രാസ്. നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിച്ചള. പിച്ചള എന്നൊക്കെ അറിയപ്പെടുന്ന വസ്തുവാണ് ബ്രാസ്. പ്രതിമ നിർമ്മാണങ്ങൾക്ക് പൈപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഫിറ്റിങ്സ്, പ്ലംബിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വസ്തുക്കളിലൊക്കെ, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? ബ്രാസ്, പിച്ചള എന്നറിയപ്പെടുന്നത്. കോപ്പറും സിങ്കും ചേർന്ന ലോഹസങ്കരമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അൽനിക്കോയാണ് സ്ഥിരകാന്തം നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ലോഹ സങ്കരം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. 139/2021 അതേപോലെ 84/2021. ഓക്കെ, അടുത്ത ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായി നമുക്ക്